മലമ്പുഴ ഉദ്യാന നവീകരണം അനന്തമായി നീളുന്നതിൽ വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ച് ബി.ജെ.പി. കാടുകയറി ഉദ്യാനത്തിലേക്ക് പശുവും പുൽക്കുട്ടയുമായി ബി.ജെ.പി. പ്രവർത്തകർ മാർച്ച് നടത്തി. കൃത്യമായി DPR പോലും തയ്യാറാക്കാതെയാണ് ഉദ്യാന നവീകരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സർക്കാർ ഏൽപ്പിച്ചതെന്നും നവീകരണത്തിൽ വലിയ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും ടൂറിസം മേഖലയായ മലമ്പുഴയുടെ തകർച്ചയിൽ നിന്നും മലമ്പുഴ MLAക്ക് ഒളിച്ചോടാനാവില്ലെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പറഞ്ഞു. മലമ്പുഴ ഉദ്യാനത്തിലേക്ക് ടൂറിസ്റ്റുകൾക്കല്ല വരാൻ കഴിയുക, മറിച്ച് കന്നുകാലികൾക്ക് പുല്ല് തിന്നാനുള്ള മേഞ്ഞു നടക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മലമ്പുഴ ഉദ്യാനം മാറിയിരിക്കുകയാണ്. മലമ്പുഴ ഉദ്യാനം കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം സ്ഥലം MLAയ്ക്കും സംസ്ഥാന സർക്കാരിനുമാണ്. ഇതിന്റെ കരാർ ഏൽപ്പിച്ചതാരാ? CPM-ന്റെ സൊസൈറ്റിയെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ കരാർ ഏൽപ്പിച്ചു. അവര് പറയുന്നത് മലമ്പുഴ ഉദ്യാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു DPR ആണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ പ്രവൃത്തി എങ്ങനെയാണ് പൂർത്തിയാക്കുക? മലമ്പുഴയുടെ പ്രത്യേകത എന്താ? പച്ചപ്പാണ് മലമ്പുഴയുടെ പ്രത്യേകത. ഇവിടെ DPR പ്രകാരം ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മലമ്പുഴ ഒരു ടൈൽസ് എല്ലാം പാകിയ ഒരു ഉദ്യാനമായിട്ട് മാറും. മലമ്പുഴയുടെ പച്ചപ്പില്ലാതാക്കുന്ന രീതിയിലാണ് ഇതിന്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. 11 മാസമായി നവീകരണത്തിനായി പൂട്ടിയിട്ട മലമ്പുഴ ഉദ്യാനം കാടുകയറി നശിക്കുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി. വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിന്റെ വൃന്ദാവനമായ മലമ്പുഴ ഉദ്യാനം നവീകരണത്തിന് കേരള ടൂറിസം വകുപ്പിന് കേന്ദ്ര സർക്കാർ 75 കോടിയിലേറെ രൂപ അനുവദിച്ചതോടെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നവീകരണത്തിന്റെ ഭാഗമായി ഉദ്യാനം പൂട്ടിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ സർക്കാർ നൽകിയത്. UTV ന്യൂസ്, പാലക്കാട്.